ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പതിവ് പോലെ കുറച്ച് അടുക്കലും ഒതുക്കലും അതുപോലെ തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുതിയ വർഷം വന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത്. ഡിസംബർ ലാസ്റ്റ് വീക്കോടുകൂടിയാണ് ഈ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികളൊക്കെ വീട്ടിലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചിനും കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു തോരൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ചാറ് കറി ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ വാഴയ്ക്കയും ഉണക്കപ്പയറും തോരനും ഓംലെറ്റും അതുപോലെ തന്നെ മാങ്ങ അച്ചാറുമായിരുന്നു കേട്ടോ കറിയും. അപ്പം ഈവനിങ് വേറെ കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലീനിങ്ങിനുള്ളത് വൈകും. സ്റ്റോർ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ തീർന്നിരിക്കുന്നതൊക്കെ റീഫിൽ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈവനിങ് പുതിയ കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് അത് കൊടുത്തു. അതിനുശേഷം ഓരോ സാധനങ്ങളായിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോർ റൂമിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ മിക്ക പാത്രങ്ങളും എം ടി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തലേദിവസം കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ ഐക്യയിൽ നിന്ന് മേടിച്ച സ്റ്റോറേജ് ബാസ്ക്കറ്റിലൊന്നും സാധനങ്ങൾ ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ലേസി ആയിട്ട് കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ആ ഒരു കാർഡ് ബോർഡ് അവിടെ ഇരിപ്പുണ്ടല്ലോ, ഈ ഒരു കാർഡ് ബോർഡ്, അപ്പോൾ അതൊന്നും അവിടെ നിന്ന് ഒഴിവാക്കി കളയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇല്ല, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ കൽക്കണ്ടം, അങ്ങനെ എപ്പോഴും ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാനത് മാറ്റിയിട്ട് ആ ഒരു സ്ഥലം ഒന്ന് കാലിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു പൊടികളൊക്കെ ഒരു ബോക്സിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തവണ ഞങ്ങൾ നാട്ടിൽ 3-4 തവണ 2-3 തവണയൊക്കെ പലരായിട്ട് പോയതുകൊണ്ട് കുറേ അധികം മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ വെക്കേഷന് പോയപ്പോഴത്തേനും ഈ ഡിസംബറിൽ ഞാൻ പോയ സമയത്ത് പൊടികളൊന്നും വീണ്ടും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇതെല്ലാം ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബോക്സിലേക്കൊന്ന് മാറ്റണം. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ.
കൊടംപുളിയും വാളംപുളിയൊക്കെ ഞാൻ ഇതുപോലെ സ്റ്റോർ റൂമിൽ തന്നെയാണ് കേട്ടോ വെക്കണത്. വലിയ പാത്രത്തിൽ ചെറിയ ഒരു ജാറിനകത്ത് കിച്ചണിലും വെച്ചിട്ടുണ്ട്. അത് തീരുമ്പോൾ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പുളികൾ വെക്കുന്ന പാത്രം താണ്ട് ഈ ഒരു ലിഡ് ഇട്ടിട്ടാണ് ഞാൻ അടച്ചിരുന്നത്. അതായത് ഗ്ലാസ് ജാറിൻ്റെ ലിഡാണ്. പക്ഷെ അതിൽ പുളികൾ വെച്ച് കഴിയുമ്പോൾ ആ ലിഡ് ചീത്തയാവുന്നതുകൊണ്ട് ഇതുപോലെ ഒരു ക്ലിങ് ഫിലിം എന്ന് മൂടിയിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അടയ്ക്കുന്നത്. അപ്പം ഡയറക്റ്റ് ആ പുളിയുടെ ഒരു ഈർപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ലിഡിലേക്ക് കോണ്ടാക്റ്റ് വരാതെ ഇരുന്നുള്ളൂ. പക്ഷേ ഇത് ഓൾറെഡി ചീത്തയായതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഞാൻ അങ്ങനെ ചെയ്തില്ലാത്തതുകൊണ്ട് അതിനകത്ത് റെഡ് കളർ പോലെ തുരുമ്പ് പിടിച്ചതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടപ്പ്. അപ്പോൾ കുട്ടികളെപ്പോഴും സ്റ്റോർ റൂമിൽ കയറി സ്നാക്സും അതും ഇതൊക്കെ എടുക്കാൻ എപ്പോഴും കയറുന്നതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ ജാറൊന്നും ആ ഒരു ടേബിളിൻ്റെ ടോപ്പിൽ വെക്കുന്നില്ല. ഏറ്റവും താഴത്തെ ആ ഒരു ഇതിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അരികളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അരികളിൽ പച്ചരിയും അതുപോലെ ബസ്മതി റൈസൊക്കെ എനിക്ക് ചില സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇങ്ങനെ പേരെഴുതിയിടും. കാർട്ടണിനകത്ത് എംറ്റി ആയിട്ടുള്ള കോഫി പൗഡറിൻ്റെ ബോക്സ് ജാറുകളാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കഴുകിയെടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു ഗ്രീൻ ട്രേ വെച്ചേക്കുന്നത്, അതിനകത്ത് ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ വെക്കാം, അല്ലെങ്കിൽ ക്രോയിസാൻറ്റ്, പിന്നെ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഈ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഗാർബേജിൽ കൊണ്ട് കളയണം.
അപ്പോൾ ഇവിടെ UAE വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേസ്റ്റ് വീട്ടിൽ വന്നാലും പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ, കളയാൻ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് അപ്പുറമുള്ള ഗാർബേജ് റൂമിൽ കൊണ്ട് ഇട്ടാൽ മതി. പക്ഷേ നാട്ടിലാകുമ്പോൾ നമ്മളിതിങ്ങനെ സോർട്ട് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യണം, പ്ലാസ്റ്റിക് വേറെ, പേപ്പർ കത്തിക്കണം, അങ്ങനെ കുറേ പണിയാണ്. പക്ഷേ ഇവിടെ അത് ഒരു പണിയേ അല്ല കേട്ടോ, നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരെയും പോലെ പുതിയൊരു വർഷം നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ജനുവരി 1 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചണും അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമും വീടും ഫുള്ളായിട്ടൊക്കെ നീറ്റാക്കി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മി ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.